താങ്കൾക്ക് സ്വാഗതം. താങ്കളുടെ പേരും മറ്റു വിവരങ്ങളും ഈ ചർച്ചയിൽ വെളിപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. താങ്കൾ ലഹരിക്കെതിരെ ഒരു പോരാട്ടം നടത്തി സ്വന്തം കുഞ്ഞിനെ രക്ഷപ്പെടുത്തി തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന ആളാണ്. താങ്കൾക്ക് അതിനുശേഷം താങ്കൾ നടത്തിയ അന്വേഷണത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്? അതിനുശേഷം എനിക്കുണ്ടായ അനുഭവങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കുട്ടികൾ, അതായത് നമ്മളോർക്കും നമ്മുടെ ചുറ്റുവട്ടത്തുള്ള കുട്ടികളാണ്, ഇവരുടെ ചെറിയ ചെറിയ കുസൃതികളാണെന്നാണ് നമ്മൾ ധരിച്ചിരിക്കുന്നത് എല്ലാവരും. പക്ഷെ അതല്ല ഇത്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം അത് എനിക്കിപ്പോൾ ഇതിൽ ചർച്ചയിൽ പങ്കെടുത്തങ്ങനെ പറയാൻ പറ്റില്ല, പേരും പറയാൻ പറ്റില്ല, ആരൊക്കെയാണെന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഈ കുട്ടികൾ അന്തർ സംസ്ഥാന ലഹരി കടത്തുകാരും ബൈക്ക് മോഷ്ടാക്കളുമാണ്. ഈ കുട്ടികൾ ബൈക്ക് മോഷ്ടിച്ചിട്ട് വിൽക്കുന്നത് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടാണ്. 5000 രൂപക്കാണ് ഈ കുട്ടികൾ ഈ ബൈക്ക് വിൽക്കുന്നത്. നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? ഇൻസ്റ്റാഗ്രാമിൽ ബൈക്ക് ഇട്ടാൽ അത് വാങ്ങിക്കാൻ ആൾ അതെങ്ങനെ? അതായത് ഈ ലഹരി വസ്തുക്കൾ വാങ്ങാനുള്ള പൈസ കിട്ടാതെ വരുമ്പോൾ അവർ മോഷണത്തിലേക്കും അതല്ലെങ്കിൽ ഇതുപോലെ ബൈക്ക് വിറ്റൊക്കെ കാശുണ്ടാക്കാൻ നോക്കുന്നു അല്ലേ? അതെ. 4 ജില്ലയിൽ പറഞ്ഞോളൂ. അതിൽ ചില കുട്ടികൾക്ക് 4 ജില്ലയിൽ കേസുണ്ട്. പത്തനംതിട്ട, കൊല്ലം, തൃശ്ശൂർ, എറണാകുളം. ഇത്തരം ജില്ലയിൽ കേസുള്ള കുട്ടികൾ വരെ ഇതിലുണ്ട്. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നതിൻ്റെ അപ്പുറത്താണ് നമ്മുടെ കാര്യങ്ങൾ കിടക്കുന്നത്. ഇപ്പോൾ ഇന്നലെ ഞങ്ങളുടെ സ്കൂളിലെ ഒരു പഴയ PTA പ്രസിഡൻ്റ് എന്നെ വിളിച്ചത്, ലേഡി വിളിച്ചിട്ട് പറഞ്ഞ് ഒരു കൊല്ലം മുമ്പ് 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി സ്കൂളിലേക്ക് വരുമ്പോൾ പിങ്ക് പോലീസ് വന്നിട്ട് ബാഗ് പരിശോധിക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഈ PTA പ്രസിഡൻറ്റും HM ഒക്കെ ഉണ്ട് അവിടെ. അപ്പോൾ അവർ പറഞ്ഞു, ചെറിയ കുട്ടിയല്ലേ, ബാഗ് പരിശോധിക്കേണ്ട, അതിനും മാനസികമായ ബുദ്ധിമുട്ടുണ്ടാക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ പിങ്ക് പോലീസ് പറഞ്ഞ്, അത് ഞങ്ങൾക്കത് ഇൻഫർമേഷൻ കിട്ടിയിട്ടാണ്, നമുക്ക് ബാഗ് പരിശോധിച്ചേ പറ്റുമെന്ന് പറഞ്ഞു. ബാഗ് പരിശോധിച്ചപ്പോഴത്തേക്കും അതിൻ്റെ ബാഗിൻ്റെ ഉള്ളിൽ നിന്ന് കുറേ ചോക്ലേറ്റ്സ് കിട്ടി. അതായത് 150 രൂപ 200 രൂപ ഒക്കെ വില വരുന്ന ചോക്ലേറ്റ്സാണ്. എല്ലാം ഡയറി മിൽക്ക് അങ്ങനെയുള്ള ചോക്ലേറ്റ്സ്. അത് കിട്ടി. അപ്പോൾ ഈ കുട്ടി പറഞ്ഞ ഒരു എടപ്പള്ളിയിലുള്ള ഒരു കടയിൽ നിന്ന് മോഷ്ടിച്ചതെന്നാണ് പറഞ്ഞത്. പക്ഷേ അപ്പോൾ തന്നെ ഈ പോലീസ് അവിടുന്ന് മറ്റുള്ള പോലീസിൻ്റെ സഹായത്തോടെ അവിടെ അന്വേഷണം നടത്തിയപ്പോൾ അതൊന്നും അല്ല സംഭവം. ഈ കുട്ടിയുടെ അമ്മ ലഹരി കടത്തിൻ്റെ കണ്ണിയാണ്. ഈ കുട്ടീനെ ഉപയോഗിച്ച് ഇത്തരം ഡീലിംഗ് നടത്താറുണ്ട്. പിറ്റേ ദിവസം തന്നെ ആ കുട്ടീനെ അവിടെ നിന്ന് TC കൊടുത്ത് പറഞ്ഞു വിട്ടു. പക്ഷേ സ്കൂളിൽ ചീത്തപ്പേര് വേണ്ട, ബാക്കിയുള്ള ഇതിലേക്ക് ഇപ്പോൾ പുലിവാലി പിടിക്കേണ്ടെന്ന് ഓർത്ത് ഇത് മറച്ചു വെച്ച്. അന്ന് അത് പുറത്ത് വന്നു വെച്ചെങ്കിൽ എനിക്ക് ഗതി വരില്ലായിരുന്നു, എൻ്റെ കുടുംബത്തിന് ഇത്തരം അപകടം വരില്ലായിരുന്നു, ഞാൻ ആത്മഹത്യയിലേക്ക് ശ്രമിക്കില്ലായിരുന്നു, എൻ്റെ മകളുടെ ഭാവി തകരില്ലായിരുന്നു. നമ്മളെല്ലാവരും ഭാവി പ്രതീക്ഷിച്ചിട്ട്, നാണക്കേട് പ്രതീക്ഷിച്ചിട്ട് മാത്രം ഒതുക്കി വയ്ക്കുകയാണ്. അപ്പോൾ അത് മറ്റുള്ള സമൂഹത്തിന് എന്തോരം പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത്. അല്ല, ഞാൻ ഇത്രയും പറഞ്ഞതുകൊണ്ട് ചോദിക്കട്ടെ, ഇപ്പോൾ എനിക്കുമുണ്ട് 2 മക്കൾ, സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ. ഇപ്പോൾ സാധാരണ നിലയിൽ ഇപ്പോൾ താങ്കൾ മകളെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ മകൾക്ക് ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ മയക്കുമരുന്ന് കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇത് നമ്മുടെ രക്ഷിതാക്കൾ അറിയാതെ പോകുന്നത് എന്തുകൊണ്ടായിരിക്കാം? ഇപ്പോൾ താങ്കളുടെ സ്വന്തം അനുഭവത്തിൽ നിന്ന് നോക്കിയാൽ എന്തുകൊണ്ടാണ് മകൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ താങ്കളോ അല്ലെങ്കിൽ താങ്കളുടെ കുട്ടിയുടെ അമ്മയോ ഇത് അറിയാതെ പോയത്? സാർ, അതാണ് ഞാനിപ്പോഴും എൻ്റെ ഏറ്റവും വലിയ ചോദ്യം. ഞാനിപ്പോൾ ഇതിൽ തന്നെ 24 ന്യൂസിൽ ഒരു 1056 നമ്പറിലേക്ക് ഇത്ര മാനസിക പ്രശ്നമുള്ളവർ വിളിച്ച് ചോദിക്കാമെന്ന് പറഞ്ഞ് ഞാൻ അതിലേക്ക് വിളിച്ച് ചോദിക്കുന്നുണ്ട്. നിരവധി പോലീസുകാരോടും മറ്റുള്ളവരോടൊക്കെ ഞാൻ അങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സാധാരണ ഇത്തരം കുട്ടികൾ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകണം, അത് പാരൻസ് തമ്മിലോ അല്ല ആ കുട്ടിക്ക് സ്നേഹം കിട്ടാതെ വരുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും ഇത്തരം കുട്ടികൾ അങ്ങോട്ട് പോകുന്നത്. പക്ഷേ എൻ്റെ കേസിൽ അങ്ങനെയല്ല സാറേ. എൻ്റെ കേസിൽ അങ്ങനെയല്ല. ഞാനത് വെറുതെ എൻ്റെ കുട്ടീനെ നന്നാക്കാനോ അല്ലെങ്കിൽ ഞാൻ എന്നെ ബൂസ്റ്റ് ചെയ്യാനോ പറയുന്നതല്ല. എൻ്റെ വീട്ടിൽ അത്ര അനുഭവങ്ങളൊന്നുമില്ല എൻ്റെ കുട്ടിക്ക്. അതായത് എന്നെ അറിയുന്ന ആൾക്കാർക്ക് മുഴുവൻ അറിയാം. എൻ്റെ കുട്ടി എൻ്റെ ഒപ്പം ഞാൻ നടത്തിക്കൊണ്ടിരുന്ന കുട്ടിയാണ്. അതായത് എൻ്റെ വണ്ടിയുടെ പുറകെ ഉള്ള കുട്ടിയാണ്. അവൾക്കാണ് ഇത്ര അനുഭവങ്ങൾ വന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? നമ്മുടെ സൊസൈറ്റി, നമ്മളെപ്പോഴും പറയും അത് പാരൻറ്റിങ്ങിൻ്റെ പ്രശ്നമാണെന്ന് പറയും. അതുകൊണ്ടൊന്നും അല്ല സാറേ. ഇപ്പം ശരിക്കും ഇത്തരം കുട്ടികളെ ചതിക്കുഴിയിൽ വീഴ്ത്താനായിട്ട് വലിയൊരു മാഫിയ തന്നെയുണ്ട്. എന്തുകൊണ്ട് ഇത്തരം കുട്ടികൾ മാത്രം വീഴുന്നു? ഈ MDMA പോലുള്ള ഉപയോഗിക്കുന്ന ആൾക്കാർ 30 വയസ്സിനുള്ള എത്ര പേരുണ്ട്? അതിന് 3 മടങ്ങല്ലേ 30 വയസ്സിൽ താഴെയുള്ള ആൾക്കാരുടെ ഉപയോഗം. നമ്മുടെ ഒരു പുതിയ തലമുറയെ നശിപ്പിച്ച് കളയാനായിട്ട് ഇതിൻ്റെ പിന്നിൽ എന്തോ വലിയ മാഫിയകളുണ്ട്.
നമ്മളത് പരിശോധിക്കാതെ പോകരുത്. ശരി. അപ്പോൾ ഈ സ്വന്തം കുഞ്ഞിന്റെ മകളുടെ കാര്യം പറഞ്ഞല്ലോ, മകൾക്ക് എങ്ങനെയാണ് ഈ ലഹരി വസ്തുക്കൾ കിട്ടിയതെന്ന് താങ്കൾ അന്വേഷിച്ച് പോയി കാണുമല്ലോ. എങ്ങനെയാണ് കിട്ടിയതെന്ന് മനസ്സിലായോ? ലഹരി വസ്തുക്കളെന്ന് പറയാനായിട്ട് അവൾക്ക് ലഹരി വസ്തുക്കളെന്ന് അറിഞ്ഞുകൊണ്ടല്ലോ കഴിക്കുന്നത്. ഇത്തരം മിഠായി, ഞാൻ എൻ്റെ വീഡിയോ നമ്മുടെ ഇതിൽ തന്നെ നമ്മൾ സംപ്രേഷണം ചെയ്തിട്ടുണ്ടായിരുന്നു. ലഹരി മിഠായി, ഡയറി മിൽക്കിൽ മിഠായി ഇതൊക്കെ മയക്കുമരുന്നെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ കുട്ടീനെ കാണുമ്പോഴത്തേക്കും ആദ്യം കൊടുത്തത് കിൻഡർ ജോയിലാണ്, പിന്നെ ഡയറി മിൽക്ക്. ഇത്തരം ഇതിലെ കൂടെയാണ് ഇവർക്ക് കൊടുത്തേക്കുന്നത്. പിന്നെ വേറൊന്നൊരു സാധനം കൊടുത്തെന്ന് പറഞ്ഞു, അത് കഴിച്ചിട്ട് അതിനെക്കുറിച്ച് വേറെ ഒന്നും ഒരു ബോധമില്ലാത്ത പോലെ പോയെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഈ ഡയറി മിൽക്കിൽ ഇങ്ങനെ ഇട്ട് കൊടുത്ത കുട്ടികൾ എങ്ങനെ അറിയുന്നത്? അല്ലെങ്കിൽ കിൻഡർ ജോയിൽ ഇട്ട് കൊടുത്ത് എങ്ങനെ അറിയുന്നത്? ജ്യൂസിൽ കലർത്തി കൊടുത്ത് എങ്ങനെ അറിയുന്നത്? കുട്ടികൾ അറിഞ്ഞുകൊണ്ടല്ല കഴിക്കുന്നത്. പക്ഷേ ഈ കലർത്തി കൊടുക്കുക എന്ന് പറയുമ്പോൾ കുട്ടിക്ക് എവിടെ നിന്നാണ് ഈ ചോക്ലേറ്റും മിഠായിയും ജ്യൂസും ഒക്കെ കിട്ടുന്നത്? ആര് വാങ്ങി കൊടുത്തിട്ടാണ്? ഇൻസ്റ്റാഗ്രാമിൽ പരിചയപ്പെട്ടൊരു പയ്യനാണ്, അവനും പയ്യനാണ്. പക്ഷെ ആ പയ്യൻ്റെ പ്രവൃത്തികളാണ് ഞാൻ പറഞ്ഞ അന്തർദേശീയ അന്തർ സംസ്ഥാന ലഹരി കടത്തിൻ്റെയും വാഹനമോഷണത്തിൻ്റെയും കണ്ണികളാണ് അവർ. ഈ പിന്നീട് ഏത് ഘട്ടത്തിലാണ് താങ്കൾക്ക് ഇപ്പോൾ മകൾക്ക് ഇങ്ങനെ ഒരു അപകടം ഉണ്ടെന്ന് മനസ്സിലായത്? അത് ഈ പയ്യൻ്റെ ഒരു ശല്യം സഹിക്കാതെ പയ്യൻ വീട്ടിൽ വന്നു ഒരു ദിവസം. അങ്ങനെയാണ് ഞങ്ങൾ പ്രശ്നം പിടിച്ച് പിന്നെ അങ്ങനെ അതിൻ്റെ പുറകെ ചോടെ പിടിച്ചു പോയപ്പോഴാണ് എനിക്കിത് മനസ്സിലായത്. ഞാൻ ഇവരെ ഇൻസ്റ്റാഗ്രാം ചെക്ക് ചെയ്ത് ഇൻസ്റ്റാഗ്രാമിൽ ഇവരുടെ ഫുൾ, അതായത് ഇത്തരം ക്രിമിനൽ പ്രവർത്തനങ്ങൾ മുഴുവൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു നല്ലൊരു കാര്യം പോലും അതിലില്ല. ഫുൾ ഡീറ്റെയിൽസ്, അതായത് ഈ മയക്കുമരുന്ന് വലിക്കുന്നത്, അത് MDMA പോലും, മറ്റേ കഞ്ചാവ് വലിക്കുന്നത്, വിൽക്കുന്നത്, വണ്ടി മോഷണം, അങ്ങനെ ഫുൾ ഡീറ്റെയിൽസ് ഇവരെ പല പല ഗ്രൂപ്പുകളിലായിട്ടുണ്ടായിരുന്നു. ഞാനതെല്ലാം ഡൗൺലോഡ് ചെയ്ത് സാർ ഇതിൽ വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വേറെ സ്കൂളിൽ പഠിക്കുന്ന, അതായത് ഒരു പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന ഒരു സ്കൂളിലെ കുട്ടികൾ അവർ ടൂർ പോകുമ്പോൾ ഇവനോട് പറയുന്നുണ്ട്, ഞങ്ങൾക്ക് 1 ലിറ്റർ മാംഗോ ചില്ലി വേണം. അത് 8ാം ക്ലാസ്സിലെ പെൺകുട്ടികളാണ് പറയുന്നത്. അതിൻ്റെ പൈസ അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം സംഭവിക്കുന്നുണ്ട്. പിന്നെ 2 പെൺകുട്ടികളുടെ ഫോട്ടോ, അപ്പോൾ ഇവർ തമ്മിലുള്ള ചാറ്റിങ്ങാണ് അതിൽ. നമുക്ക് ഒരു തെറിയാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് പറയുന്നുണ്ട് നമുക്ക് ഇവളുവരെ മറ്റവർക്ക് വിറ്റാലാന്ന്. പിന്നെ വേറൊരു ചാറ്റിങ്ങിൽ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മളിവിടെ കുട്ടികൾ ആളെ കൊല്ലണണ്ടില്ലേ, അതൊന്നും വെറുതെ സംഭവിച്ചു പോണതല്ല. ഇതിൻ്റെ ഉപയോഗം കൊണ്ട് സംഭവിക്കുന്നതാണ്. ഇതിൽ ആ ചാറ്റിങ്ങിൽ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആളെ കൊല്ലണ ഇതേതാണ്, എന്താ പറയണ ചാനലല്ല അത്. അപ്പോൾ ഇവർ മറുപടി അതിൻ്റെ പേര് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇതാണ് അതൊന്നും. അപ്പം അങ്ങനെ ഇത്തരം പിള്ളേരുടെ അന്വേഷണങ്ങളെല്ലാം ഈ രീതിയിലാണ് പോകുന്നത്. അല്ല, പിന്നെ ഈ മകൾ ഇങ്ങനെ പ്രശ്നത്തിൽപ്പെട്ടു, ഇപ്പം താങ്കൾ പറഞ്ഞത് അവരറിയാതെ തന്നെ മയക്കുമരുന്നിന് അടിമയായി എന്ന് അറിഞ്ഞ ശേഷം ഈ പയ്യൻ്റെ കാര്യവും താങ്കൾ അന്വേഷിക്കുന്നു. ഈ കാര്യങ്ങളൊക്കെ കണ്ടെത്തി. ഇപ്പോൾ ഈ പയ്യൻ ഈ അന്തർ സംസ്ഥാന ലഹരി വിൽപ്പന അല്ലെങ്കിൽ ആ മാഫിയയുടെ ഏജന്റിൽപ്പെട്ട കണ്ണിയിൽപ്പെട്ട ആളാണെന്ന് പറഞ്ഞല്ലോ. അതിനുശേഷം പിന്നീട് താങ്കൾക്ക് എന്തെങ്കിലും ഭീഷണിയോ, ഇതറിഞ്ഞ ശേഷം താങ്കളെ അവർ സമീപിക്കാൻ ശ്രമിക്കുകയോ വിരട്ടുകയോ എന്തെങ്കിലും ചെയ്തോ? ഇവർ അതിനുശേഷം ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചു. അപ്പം ഞാൻ തിരിച്ച് അവരോട് പറഞ്ഞു, ഇനി ഏത് പ്രൊഫൈലിൽ നിന്ന് മെസ്സേജ് വന്നു കഴിഞ്ഞാലും ഞാനത് പോലീസിൽ പരാതിപ്പെടും, മാധ്യമങ്ങൾക്ക് കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ എന്നോട് തെറിയാണ് തിരിച്ചെഴുതി കിട്ടും. ഞാനത് അങ്ങനെ തന്നെ പോലീസിന് കൊടുത്ത് ഈ കുട്ടീനെ വിളിപ്പിച്ച്. അപ്പോൾ അവർ പറഞ്ഞ് ഇത്തരം കാര്യങ്ങൾ പബ്ലിഷ് ചെയ്തുകൊണ്ട് എന്നോടുള്ള ദേഷ്യമാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് അവരും അങ്ങനെ പറയണമെങ്കിൽ അതിൻ്റെ അപ്പുറത്തോട്ട് ദേഷ്യമൊക്കെ അവർക്ക് നിൽക്കേണ്ട, അതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നങ്ങളല്ല. ഈ ഇപ്പോൾ ഏറ്റവും കൂടുതൽ താങ്കൾക്കറിയാമല്ലോ, ഇപ്പോൾ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് വരെ ഇതിൻ്റെ വിൽപ്പന വളരെ വ്യാപകമായിട്ടുണ്ട്. അതായത് 15 മിനിറ്റ് കൊണ്ട് കേരളത്തിൻ്റെ ഏത് പ്രദേശത്തേക്കും ഈ രാസലഹരി വസ്തുക്കൾ എത്തിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഈ ലഹരി മാഫിയയുടെ വല നീണ്ടു കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ സാധാരണ നിലയിൽ നമ്മൾ ആശ്രയിക്കുന്നത് ഇപ്പോൾ എക്സൈസിനെയാണ്, പോലീസിനെയാണ്, അവരുടെ അന്വേഷണ വിഭാഗങ്ങളെയാണ്. അപ്പോൾ താങ്കൾക്ക് ഈ അനുഭവം ഉണ്ടായ ശേഷം പോലീസിനെയും എക്സൈസിനെയും ഒക്കെ വിവരം അറിയിച്ചിട്ട് എങ്ങനെയായിരുന്നു അവരുടെ പ്രതികരണം? അവരും ഇതിപ്പോൾ മൈനേഴ്സ് ആയതുകൊണ്ട്, പ്രായപൂർത്തിയാകാത്ത കുട്ടികളായതുകൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് കൈമലർത്തുകയായിരുന്നു. അവർ അന്വേഷണങ്ങളും ഇടപെടലുകളൊക്കെ നമുക്ക് തൃപ്തികരമാണ്. പക്ഷേ അതിൻ്റെ ബാക്കിയുള്ള നടപടി എങ്ങോട്ട് പോകണമെന്ന് എനിക്കറിയില്ല. പിന്നെ പക്ഷേ അവരുടെയൊക്കെ ഒരു പരിമിതി എന്ന് പറയും, കുട്ടികൾക്ക് പ്രായപൂർത്തിയായിട്ടില്ല. അതായത് ഈ 18 വയസ്സെന്നുള്ള സംഭവം ഉണ്ടല്ലോ സാർ, അതൊന്നും മാറ്റണം.
അതൊന്ന് നമ്മൾ പുനഃപരിശോധിക്കേണ്ട ഒരു കാലഘട്ടമായി. പിള്ളേരുടെ എല്ലാ വളർച്ചയിലും മാറ്റം വന്നു. അപ്പോൾ ഈ 14 വയസ്സ് 15 വയസ്സ് 16 വയസ്സ് എന്നുള്ള ആ പേരിൽ മാത്രമേ ഇവർ രക്ഷപ്പെട്ടു പോകുക. പക്ഷെ ആ ഒരു വയസ്സിൻ്റെ ഒരു ഘടകമാണ് ഇവർ ഇത്തരം കണ്ണികളാക്കുന്നത്.